ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തും മുമ്പ് ആ വ്യക്തിക്ക് പറയാനുള്ളത് കൂടി കേൾക്കാൻ തയ്യാറാവണം. കാരണം നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ഊഹിക്കുന്നതും വിശ്വസിക്കുന്നതും ഒരുപക്ഷെ സത്യമാവണമെന്നില്ല. പെരുമാറ്റത്തിൽ കുട്ടിയാവുക, ജോലിയിൽ ചെറുപ്പമാകുക, അനുഭവത്തിൽ വൃദ്ധനാവുക എന്നിവയാണ് ഏതൊരു വ്യക്തിയെയും വിജയത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്നത്. വീഴാതെ ആരും വളരാൻ പഠിക്കുന്നില്ല. ഓരോ വീഴ്ചയും ഓരോ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. കാണാതെ പോയ കാഴ്ചകളും അറിവുകളും അപ്പോൾ മാത്രമാവും തിരിച്ചറിയുക. അനുഭവം തന്നെയാണ് ജീവിതം പഠിപ്പിക്കുന്ന ഗുരു. തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിക്കുന്ന 1000 പേർക്കിടയിൽ ശരികളെ അഭിനന്ദിക്കുന്ന ഒരാൾ മതി മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഊർജം പകരാൻ. മനസ്സിന് താങ്ങാവുന്നതിലും കൂടുതൽ സങ്കടമുണ്ടായാൽ നമ്മൾ തന്നെ അറിയാതെ മാറിപ്പോകും. അത് ഞാനല്ല, നിങ്ങളായാലും അങ്ങനെ തന്നെ ചെയ്യും. ഒന്നുകിൽ വെറുപ്പും അല്ലെങ്കിൽ ദേഷ്യവുമായി പുറമെ പ്രതിഫലിക്കും. മൗനം കൊണ്ട് സ്വയം കീഴടങ്ങും. നമ്മൾ മറ്റൊരാളുമായി ദേഷ്യപ്പെടുമ്പോൾ നിങ്ങളുടെ മനസ്സുകൾ ചിറകുള്ള പക്ഷിയെപ്പോലെ അകലേക്ക് പറന്നു പോകും. അകലെയുള്ള മനസ്സ് കേൾക്കാനായി നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു. സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചാൽ പതിയെ പറഞ്ഞാലും മനസ്സിന് കേൾക്കാം. ജീവിതത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറിക്കൊണ്ടേയിരിക്കും. മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. മാറ്റി നിർത്താതെ നോക്കേണ്ടത് മനസ്സറിഞ്ഞ് നമ്മളെ സ്നേഹിച്ചവരെയാണ്. കാലങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാവരിലും മാറ്റങ്ങൾ സംഭവിക്കും. ഇന്ന് നമ്മളെ ചേർത്ത് നിർത്തിയവർ നാളെ നമ്മളെ മാറ്റി നിർത്തിയേക്കാം. അവരുടെ മനസ്സിലെ മുൻഗണന മാറുമ്പോൾ നമ്മുടെ സ്ഥാനത്തിനും മാറ്റം വരാം. വായിച്ചു തീർത്ത താളുകൾ നിശബ്ദമാണ്. വായിച്ചു കൊണ്ടിരിക്കുന്ന താളുകൾ പ്രതീക്ഷകളാണ്. വായിക്കാനിരിക്കുന്ന താളുകൾ അതിലേറെ നിഗൂഢവുമാണ്. എത്ര തേടിയാലും കണ്ടെത്താനാവാത്ത ചില സന്തോഷങ്ങളുണ്ട്. എത്ര തുഴഞ്ഞാലും കരപറ്റാത്ത ചില സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. പലതും വെറുതെ എന്നറിയാമെങ്കിലും നാളത്തെ പുലരിയിൽ എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷയിൽ ഓരോ ദിനവും കടന്നു പോകുന്നു. അറിവ് കൊണ്ട് ഒരാളെ അപമാനിക്കുമ്പോൾ അല്ല, മറിച്ച് നിന്റെ അറിവ് കൊണ്ട് മറ്റൊരാൾക്ക് ഗുണവും ഉണ്ടാകുമ്പോഴാണ് നീ ശരിക്കും അറിവുള്ളവനായി തീരുന്നത്. ഞാൻ പഠിച്ച ഏറ്റവും വലിയ കാര്യം ആത്മാർത്ഥതയ്ക്ക് ഒരു വിലയുമില്ല. എവിടെ അത് കാണിച്ചുവോ അവിടെ കിട്ടുന്ന റിസൾട്ട് വെറും 0. എത്ര വേദനിപ്പിച്ചാലും തിരിച്ച് വേദനിപ്പിക്കാനോ സ്നേഹിക്കാതിരിക്കാനോ കഴിയാത്ത ഒരാളുണ്ടാവും എല്ലാവരുടെയും ജീവിതത്തിൽ. എത്ര ശ്രമിച്ചാലും മറക്കുവാനോ വെറുക്കുവാനോ കഴിയാത്ത ഒരാൾ. ചിരിക്കുക എല്ലായ്പ്പോഴും, കരയുക ആരും കാണാതെ, സ്നേഹിക്കുക ഒന്നും ആഗ്രഹിക്കാതെ, ക്ഷമിക്കുക ജീവിതാവസാനത്തോളം. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ല. സന്തോഷവും സങ്കടവും ഇല്ലാത്ത ജീവിതവുമില്ല. ഉള്ളത് എന്താണ് അതിൽ സന്തോഷം കണ്ടെത്തുക. അപ്പോൾ ജീവിതം സുന്ദരമായി മാറും. ദൂരം ഒരിക്കലും ഒരു ബന്ധം ഇല്ലാതാക്കുന്നില്ല. അടുപ്പം ഒരു ബന്ധം സൃഷ്ടിക്കുന്നുമില്ല. പരസ്പര വിശ്വാസവും ആത്മാർത്ഥതയുമാണ് ഒരു ബന്ധം നിലനിർത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ജീവിതം തന്നെയാണ്. നമ്മെ കാത്തിരിക്കുന്നത് എന്താണെന്നറിയാതെ ഓരോ പകലും ഓരോ രാത്രിയും പ്രതീക്ഷയോടെ നാം സഞ്ചരിക്കുന്നു. ഏറ്റവും വലിയ സൗഭാഗ്യം എന്തെന്നാൽ നിറഞ്ഞു കവിഞ്ഞ സൗകര്യങ്ങളോ സമ്പാദ്യങ്ങളോ ഒന്നുമല്ല, മനസ്സമാധാനം നിറഞ്ഞ ദിവസങ്ങളാണ്. ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എളുപ്പമാണ്, പക്ഷേ ചേർത്ത് നിർത്താൻ അത്ര എളുപ്പമല്ല. കാരണം അത് നമ്മെ മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ പറ്റൂ. ചിലർ നന്നായി നമുക്ക് മുന്നിൽ അഭിനയിക്കും. അപ്പോൾ തിരിച്ച് നമ്മളും അഭിനയിക്കുക, ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന മട്ടിൽ. വിശ്വസിച്ചാൽ നിശബ്ദതയെ പോലും മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ വിശ്വാസമില്ലെങ്കിൽ ഓരോ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും. വിശ്വാസം എന്നത് ബന്ധങ്ങളുടെ ആത്മാവാണ്. തളരാത്ത പ്രത്യാശകൾക്ക് മുന്നിൽ തകരാത്ത പ്രതിബന്ധങ്ങളില്ല. പ്രതിസന്ധികളും പരാജയങ്ങളും നമ്മുടെ ആത്മവീര്യത്തെ തകർക്കുമ്പോൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഉറച്ച പ്രത്യാശ നമ്മളിൽ ഉണ്ടാവണം. ആഗ്രഹങ്ങൾ പൂവണിയാൻ പ്രത്യാശയുടെ നിരന്തര സാന്നിധ്യം നമ്മെ നയിക്കട്ടെ. എത്ര തന്നെ പരസ്പരം അടുത്താലും അറിഞ്ഞാലും ഒരു പരിധിക്കപ്പുറം അവരിലേക്ക് ഒരു ചോദ്യവും സംശയമോ ഉന്നയിക്കാൻ നമുക്ക് അർഹതയില്ലെന്നും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പരിമിതി ഉണ്ടെന്നും ആദ്യം നമ്മൾ തിരിച്ചറിയുക. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ എപ്പോഴും നമ്മളെ മറക്കുന്നത്. പിന്നീട് ആരും ഇല്ലാതാകുമ്പോൾ മറന്നുവെച്ച നമ്മളെ നമ്മൾ തിരിഞ്ഞു നോക്കും. അപ്പോഴേക്കും തിരിച്ചെടുക്കാനാവാത്ത വിധം ആ പഴയ നമ്മൾ നഷ്ടമായിട്ടുണ്ടാവും. കുടുംബത്തിന് വേണ്ടി ജീവിക്കണം, എന്നാൽ
കുടുംബത്തിന് വേണ്ടി മാത്രമായി ജീവിക്കരുത്. നിനക്ക് വേണ്ടി ജീവിക്കാനും ഈ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. പലരും പല ആവശ്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ കഴിയാത്തതാണെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയണം.